കൂട്ടുകാരെ ചുമ്മാ ഇരുന്നപ്പം ഒരു ചെറിയ വീഡിയോ വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ഫ്ലൈയിങ് ഡക്കിനെ അതുപോലെ പൂച്ചേനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. കിക്കിമോനെയൊക്കെ കാണിച്ചു തരാം. അതൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അന്ന് ഞാനിതിനെ കൊച്ചായിരുന്നപ്പോൾ കൊണ്ടുവന്നപ്പോൾ അല്ലേ നിങ്ങൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ ഈ ഫ്ലൈയിങ് ഡക്കിനെ. അതിപ്പോൾ വലുതായി കേട്ടോ, മണിത്താറാവ്. ഞാനിപ്പോൾ അതിനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അവിടെ ആ കുട്ടി കിടന്ന് കരയുന്നതാണ് കിക്കിമോൻ. കണ്ടോ, കിക്കിമോൻ എന്നെ അടുത്ത് നിന്നിട്ട് കാണിച്ചു തരാവേ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഇതേ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ മണിത്താറാവ്, ഫ്ലൈയിങ് ഡക്ക്. അത് വലുതായിരിക്കുകയാണ് കണ്ടോ. അന്ന് കാണിച്ചപ്പോൾ കുഞ്ഞതല്ല, ഞാൻ ഇപ്പോൾ വലുതായി. പക്ഷേ മുട്ടയിടാനൊന്നും തുടങ്ങിയിട്ടില്ല. അതിന് ഇനിയും ഒരു 2 മാസം കഴിയുമെന്ന് തോന്നുന്നു. 1-2 മാസം എടുക്കും. ഇത് നമ്മളതുപോലെ ഫുഡ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വലുതായത്. ഇപ്പം നന്നായിട്ട് വലുതായിട്ടുണ്ട്, നല്ല വലിപ്പമുണ്ട് ഇവന്മാർക്ക്. ഇത് ഭയങ്കര വികൃതികളാണ് ഇവന്മാർ രണ്ടുപേരും, കാണും പോലെയല്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നമ്മളങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ഇതുങ്ങൾ രണ്ടും കൂടെ കൊത്തുപിടിക്കും. എന്നിട്ട് ഒരെണ്ണം ആ വലിയവനുണ്ടല്ലോ, വലിയവൻ മാത്രമേ കഴിക്കത്തുള്ളൂ, മറ്റവനെ കൊണ്ടൊന്നും കഴിപ്പിക്കത്തില്ല. രണ്ടും ഭയങ്കര വികൃതികളാണ്. പിന്നെ നമ്മൾ കൂടിനടുത്തോട്ട് തീറ്റ കൊണ്ടു ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ ഉണ്ട്, നല്ല രസമാണ്. ഇപ്പം അതുങ്ങളെ കൊത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ, നമുക്കിനി നമ്മുടെ കിക്കിമോൻ്റെ അടുത്തേക്ക് പോകാം. കിക്കിമോൻ്റെ അടുത്ത് ആദ്യമേ ചെല്ലാഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു കിക്കിമോൻ വിളിക്കുന്നത് കേട്ടോ. ഇവിടെ കിടന്ന് അവൻ വിളിക്കുന്ന ശബ്ദം കേട്ടോ. അവനെ കാണാൻ വേണ്ടിയിട്ട് ഇതേ ഒരു പൂച്ച വന്ന്, ഇത് അപ്പുറത്തെ വലിയ പൂച്ചയാണ് കേട്ടോ. ഇത് ഭയങ്കര വില്ലനാണ് ഈ പൂച്ച. അവനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ്. വില്ലനല്ല, വില്ലത്തിയാണ്, പെമ്പൂച്ചയാണ് കേട്ടോ. ഇത് പെമ്പൂച്ചയാണ്. അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ കിക്കിമോൻ വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ ഓണാവും. കിക്കിമോനെ കാണിച്ചു തരാൻ തേണ്ട് കിക്കിമോൻ. ഇത് കിക്കിമോൻ്റെ കൂടാണ്. ഈ കൂട്ടിനകത്ത് ഒറ്റക്ക് കിടക്കുന്ന സിംഹമാണ് നമ്മുടെ കിക്കിമോൻ. കണ്ടോ, അവനെ ഒരു രാജകൊട്ടാരം പോലെയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതിനകത്തുള്ള സജ്ജീകരണങ്ങളെ കണ്ടോ. അവന് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്രമഞ്ചൊക്കെ ഉണ്ട്. ഒരു അവന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും അവൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അവന് സിംഹാസനം വരെയുണ്ട്. ഇതാണ് അവൻ്റെ സിംഹാസനം, കസേര കണ്ടോ. അപ്പോൾ അവന് ഇതിനകത്ത് രാജാവാണെന്നാണ് പറയുന്നത്. തുറന്നു വിടുവാണെങ്കിൽ അവൻ വേറെ പൂച്ചകളൊക്കെ പോയി കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവൻ കാണും പോലെ അല്ല കേട്ടോ. ഒരു ദിവസം ഇവൻ അഴിഞ്ഞു പോയപ്പോഴേ വേറൊരു പൂച്ചനെ കടിച്ച് കീറിക്കളഞ്ഞ്. പാവത്തെ പോലെയൊക്കെ നിൽക്കും. ഇവനെ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ പെമ്പൂച്ച. അപ്പോൾ അതിനെ കണ്ടപ്പോൾ കിക്കിമോന് വല്ലാത്തൊരാവേശം. എന്താണെന്നറിയത്തില്ല, കിക്കിമോൻ്റെ മനസ്സിനുള്ളിൽ എന്തോ ഒരു ഇളക്കം, ഒരു ചഞ്ചലത അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ കിടന്നിട്ട് കാണിക്കുന്നത് കേട്ടോ. കിക്കിമോൻ ഒറ്റക്കല്ലേ, അതുകൊണ്ട് മറ്റേ പൂച്ചകളുമായിട്ടൊന്നും വലിയ പരിചയമില്ല. അപ്പോൾ ഈ കണ്ണൻ പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവന് ദേഷ്യമുള്ളൂ. അല്ല, ഈ പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ അവന് ഇഷ്ടമാണ്, അവനൊന്നും ചെയ്യത്തില്ല. കൊതുകുണ്ട് കേട്ടോ. കൊതുകുള്ള സമയത്താണ് ഇവനിങ്ങനെ കൂടുതൽ കാറുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊതുക് തിരി കുത്തി വെച്ച് കൊടുക്കും. കൊതുക് തിരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് കൊതുക് കടിയില്ലെങ്കിൽ അവൻ പിന്നെ കയറത്തില്ല. ഇപ്പം കയറുന്നത് ആ പൂച്ചനെ കണ്ടിട്ടാണ്. അപ്പോൾ അവനിതെല്ലാം മനസ്സിലാകും, അതൊരു പെമ്പൂച്ചയാണ് കേട്ടോ. അപ്പോൾ അതിനെ കണ്ടിട്ടാണ് അവൻ അങ്ങനെ നടന്ന് കാറുന്നത്. അവനെല്ലാ കാര്യങ്ങളും അറിയാം. ആൾ ഭയങ്കര മിടുക്കനാണ് കേട്ടോ. കാറുന്ന ശബ്ദമൊക്കെ കേട്ടോ, എന്ത് നല്ല ഈണത്തിലാണ് അവൻ കാറുന്നത് കണ്ടോ. അവനവൻ്റെ സിംഹാസനത്തിൻ്റെ മേളിൽ കയറി നിൽക്കുക. സ്റ്റേജിൻ്റെ മേളിൽ നിന്ന് പാട്ട് പാടുമോ അവൻ. സ്റ്റേജിൻ്റെ മേളിൽ കയറി നിന്ന് പാട്ട് പാടുന്ന കണ്ടോ കൂട്ടുകാരെ കിക്കിമോൻ. ഇവനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. കിക്കിമോന് ഫാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. കിക്കിമോനെ ഒന്ന് പറയടാ, ലൈക്ക് ചെയ്യാൻ പറയടാ. നിനക്ക് വേണ്ടി ലൈക്ക് ചെയ്യാൻ പറയടാ കിക്കിമോനെ. ഇന്ന് നീ അതിൽ വീഡിയോയ്ക്കകത്തുള്ളൂ, അപ്പോൾ നീ പറയണം, ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയണം കേട്ടോ. മുകളിൽ നിന്ന് കേട്ടോ. ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ഈ കാണുന്നതാണ് കാടക്കോഴികൾ, 2 ഉണ്ട് കേട്ടോ. ഇത് മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല, ചെറുതായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഒരു മാസമായി, പക്ഷേ മുട്ടയിടുന്നൊന്നുമില്ല. രണ്ടും വലുതായിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ അമ്മ നട്ടിരിക്കുന്ന പൂവാണ് കേട്ടോ, ചെടിയാണ്. അതിലുണ്ടായിരിക്കുന്ന പൂവാണ് ഈ കാണുന്നത്.
ഇതൊക്കെ നന്നായിട്ട് പൂവായിട്ട് നിൽക്കുവാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അമ്മ നട്ടാ. കണ്ടോ കൂട്ടുകാരെ, ഇതൊക്കെ അമ്മ നട്ട് വെച്ചിരിക്കുന്ന ചെടിയാണ്. ചുവന്ന ചത്തിയാണ് കേട്ടോ. ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്തൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ കൂടുതലൊന്നും ഇല്ല കൂട്ടുകാരെ. നിങ്ങളെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രം. താങ്ക്സ്. ഓക്കെ, ബൈ.